സുധിയെ തിരക്കി പോലീസ് രവീന്ദ്രൻ്റെ വീട്ടിൽ വന്നപ്പോൾ ചോദിക്കുന്നുണ്ട് സുധി എവിടെയാണെന്ന് ചോദിക്കുന്നു. അപ്പോഴത്തേക്കും പറയുന്നു സുധി ഇവിടെ ഉണ്ട്, എന്താണ് സാറേ കാര്യമെന്ന് ചോദിക്കുന്നു. നിങ്ങൾ നേരത്തെ ഒരു കേസ് കൊടുത്തിരുന്നില്ലേ, 50 ലക്ഷം രൂപ തട്ടിക്കൊണ്ട് പോയത്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ചോദിക്കുന്നു എന്തെങ്കിലും വിവരം കിട്ടിയോ സാറേ? വിവരമൊന്നും കിട്ടിയില്ല, അതിനെക്കുറിച്ച് അന്വേഷണത്തിലാണ് ഞങ്ങളിപ്പോഴെന്ന് പറയുന്നു. അപ്പോൾ ചോദിക്കുന്നു ഈ പെണ്ണിനെക്കുറിച്ച് എങ്ങനെ അറിയാം, ഈ പെണ്ണ് എവിടെയാണ്? അപ്പോൾ പറഞ്ഞ് കാനഡയിലാണ്, 1 വർഷം മുമ്പേ 1 വർഷമായിട്ടുള്ള പരിചയമാണ്, അല്ലാതെ എനിക്ക് അറിയില്ല, കാനഡയിൽ ബന്ധുക്കളൊന്നുമില്ല, കാനഡയിലാണ് പോകുന്നതെന്ന് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയുന്നുണ്ട് വേറെ വിവരങ്ങളൊന്നും നമുക്കറിയില്ല, ഈ കുട്ടി കാനഡയിലാണ്, ഈ കുട്ടിയെ അങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്നുള്ള വിവരം മാത്രമേ സുധി ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ, അല്ലാത്ത കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട്. ഈ സമയം അവിടെ പോലീസ് അവിടെ നിന്ന് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി ശ്രുതിക്ക് കോഫിയും കൊണ്ട് വരികയാണ്. കോഫിയും കൊണ്ട് വരുന്ന സമയത്ത് പോലീസുകാരൻ ചോദിക്കുന്നു ഇവളെന്താ ഇവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അതെന്താ സാർ അങ്ങനെ ചോദിച്ചതെന്ന് പറയുന്നുണ്ട്. അറിയില്ലേ, ഈ കുട്ടിയുടെ സഹോദരനാണ് ഇവിടുത്തെ നിങ്ങളുടെ മകൻ്റെ ബൈക്ക് മോഷ്ടിച്ചുകൊണ്ട് പോയത്, പക്ഷേ ഈ കുട്ടി ഒരു പാവം കുട്ടിയാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ കുട്ടി അപ്പോൾ ഇവിടുത്തെ എൻ്റെ മരുമകളാണെന്ന് രവീന്ദ്രൻ പറയുന്നു. അപ്പോൾ നിങ്ങളുടെ മകൻ്റെ നല്ലൊരു മനസ്സ് കൊണ്ടാണ് ഇവരെ ഇവിടെ മരുമകളാക്കി കൊണ്ടുവന്നത്, കൊള്ളാം. ഇത് കേട്ട് നമ്മുടെ ചന്ദ്ര ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോലീസ് വിവരങ്ങളൊക്കെ തിരക്കിയതിന് ശേഷം പോലീസ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയം ചന്ദ്രയാണെങ്കിൽ രേവതി കിച്ചണിലോട്ട് പോകും, നിൽക്കടി അവിടെ എന്ന് പറഞ്ഞ് അവിടെ നിർത്തുന്നുണ്ട്. അപ്പോൾ നീ കള്ളക്കാരുടെ കുടുംബത്തിൽ പെട്ടതാണല്ലേ, നിൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് കള്ളങ്ങൾ ചെയ്യാൻ വേണ്ടി, നിൻ്റെ അമ്മയാണോ ഇതിൻ്റെ ലീഡർ, നിൻ്റെ അനിയത്തിയും നീയും കള്ളക്കുടുംബത്തിൽ പെട്ടതാണ് എന്ന് പറഞ്ഞ് രേവതിയെ നല്ലവണ്ണം കളിയാക്കുന്നുണ്ട്. ഈ സമയം രേവതിക്ക് വല്ലാതെ വിഷമം വരുന്നുണ്ട്. രേവതിയാണെങ്കിൽ പറഞ്ഞ അമ്മയെ അങ്ങനെ ഒന്നും പറയരുത്, അവൻ്റെ ഫ്രണ്ട് അവനെ കൊണ്ട് ചതിപ്പിച്ചതാണ്, അല്ലാതെ അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ഓഹോ, ഇത്രയൊക്കെ ചെയ്തിട്ടും ഇനിയും പറയുന്നത് അവൻ അറിയാതെ ചെയ്തതാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് മോളെ ഇത് പറയുന്നത് സത്യമാണോ എന്ന്. അതേ അച്ഛാ, അവൻ്റെ ഫ്രണ്ട് അവനെ കൊണ്ട് ചതിപ്പിച്ച് ചെയ്തതാണ്, അല്ലാതെ അവ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ചന്ദ്രയോട് രവീന്ദ്രൻ വഴക്ക് പറയുന്നുണ്ട്, മേലാൽ ഇങ്ങനത്തെ വർത്തമാനമൊന്നും പറയരുതെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് സുധി പറയുന്നു അമ്മേ, എനിക്ക് അവിടെ നിന്ന് കല്യാണ സമയത്ത് ഓടിപ്പോകാൻ തോന്നി, എന്ത് ഭാഗ്യമാണ്, അല്ലെങ്കിൽ ഞാനും കള്ളക്കാരുടെ കുടുംബത്തിൽ പെട്ടേനെ അല്ലേ അമ്മേ. അതേ മോനെ, നീ പോയത് തന്നെ ഭാഗ്യം, അല്ലെങ്കിൽ നീയും അതിൽ അകപ്പെട്ട് പോയേനെ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ട്. രേവതിക്ക് വല്ലാത്ത വിഷമം വരുന്നുണ്ട്. രേവതി ഒട്ടും പ്രതീക്ഷിക്കാതാണ് ഇത് സംഭവിച്ചത്. അങ്ങനെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് മോളെ, നീ എൻ്റെ കൂടെ ഒരു വാക്ക് പറയാത്തത്, എനിക്കിപ്പം നിന്നെ സപ്പോർട്ട് ചെയ്യാനും പറ്റുന്നില്ല, അവരുടെ മുന്നിൽ നീ കള്ളിയാവുകയും ചെയ്തു, കള്ളൻ്റെ സഹോദരി ആകുമെന്നുള്ള പേരും കിട്ടിയ ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ അച്ഛാ, എനിക്കത് പറയാനുള്ള സമയം കിട്ടിയില്ലായിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ സമയത്താണ് എൻ്റെ അച്ഛൻ മരിച്ചത്, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രേവതിയുടെ അമ്മ ഫോൺ വിളിക്കുന്നുണ്ട്. രേവതിയുടെ അമ്മ ഫോൺ വിളിച്ചിട്ട് മോളെ, നീ ഇവിടെ നിന്ന് ആടിമാസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് പോയതല്ലേ, എന്നിട്ട് പിന്നെ എന്താണ് അമ്മേ, ഞാനിപ്പോൾ ഇവിടെ വിഷമത്തിലാണ്. എന്തെന്ന് വെച്ചാൽ ശരത്തിൻ്റെ പേരിലുള്ള ആ ബൈക്ക് മോഷണം ഇപ്പോൾ ഇവിടെ പോലീസ് വന്നപ്പോൾ അറിഞ്ഞു, അതിലെന്നെ ഇവിടുത്തെ അമ്മ കൊല്ലുകയാണെന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വർഷയുടെ അച്ഛനെയും അമ്മയാണ്. വർഷ അങ്ങ് ഫോണിൽ വിളിച്ച് അങ്ങ് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ വർഷയുടെ അച്ഛൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും വർഷയുടെ അമ്മ ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താ ഇതുവരെ ഉറങ്ങാത്തത്? ഞാൻ ഉറങ്ങിയില്ല. കാരണം എന്തെന്നറിയുന്നത്, നിൻ്റെ മോൾ ഇപ്പോൾ ആരോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, ആരോടാണ്? അത് ആ ഡ്രൈവർ രവീന്ദ്രൻ്റെ മോനോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾ എത്ര പറഞ്ഞിട്ടും അനുസരിക്കുന്നില്ല. അവൾ ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാം, ഞാൻ എന്താ ചെയ്യാനുള്ളതെന്ന് എനിക്കറിയാമെന്ന് പറയുന്നുണ്ട്. രവീന്ദ്രൻ്റെ മോനും ഞാൻ വേണ്ടതുപോലെ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ വർഷയുടെ അച്ഛനും അമ്മയും വല്ലാത്ത വിഷമത്തിലാണ്. അയാളോട് ഞാൻ പറഞ്ഞതല്ലേ ഈ പയ്യനെ ഇതിനെ മാറ്റാൻ പിന്തിരിപ്പിക്കണമെന്നും. അപ്പോൾ എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അവർ ഭയങ്കര സംസാരമാണ്. എത്ര സമയം കൊണ്ട് തുടങ്ങിയ സംസാരം എന്നറിയാം, ഇതുവരെ സംസാരം നിർത്തിയിട്ടില്ല. അങ്ങനെ നമ്മുടെ വർഷയുടെ അച്ഛനും അമ്മയും കുക്കിനെ പറ്റി, അതായത്
നമ്മുടെ ശ്രീകാന്തിനെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് തോന്നിയത് ഇനി വർഷയെ പുറത്ത് വിടേണ്ട കാര്യമില്ല, വീട്ടു തടങ്കലിലേക്ക് ആക്കാം, അല്ലാതെ പറ്റില്ല, ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നൊന്നും അറിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഈ സമയവും നമ്മുടെ ചന്ദ്ര രേവതിയെ എത്രത്തോളം കളിയാക്കാൻ പറ്റും അത്രത്തോളം കളിയാക്കുന്നുണ്ട്. ചന്ദ്രയ്ക്ക് ഒരു വിഷയം കൂടെ കിട്ടി, രേവതിയുടെ മെക്കത്ത് കയറാൻ വേണ്ടി. എന്നുവെച്ചാൽ കള്ള കുടുംബത്തിൽ നിന്നും വന്നതാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രുതിയും നന്നായിട്ട് രേവതിയെ കളിയാക്കുന്നുണ്ട്. രേവതി വല്ലാതെ രേവതിക്ക് അവിടെ നിൽക്കാൻ തന്നെ തോന്നുന്നില്ല, വല്ലാത്ത വിഷമത്തിലായിപ്പോയി. പോലീസ് ഇങ്ങനെ വരുമെന്ന്, ഞാനിങ്ങനെ എൻ്റെ അനിയനാണ് ഇവിടുത്തെ വൈക്കം മോഷ്ടിച്ചെന്നുള്ള കാര്യം പറയുമെന്നൊന്നും വിചാരിച്ചില്ല. രേവതിയുടെ ആ 2 ദിവസത്തെ സന്തോഷം പെട്ടെന്ന് തന്നെ അങ്ങ് ഇല്ലാതായി. രേവതി അതിൽ അതീവ ദുഃഖിതയാണ്, വല്ലാതെ കരയുന്നുണ്ട്. ഇനി എന്ത് ചെയ്യുമെന്നുള്ള ഒരു ആലോചനയിലാണ്. ചന്ദ്രമതി നല്ലവണ്ണം കളിയാക്കുന്നുണ്ട്.